പക്ഷെ നമ്മുടെ ഈ ഇതുപോലൊരു പാവ പണ്ട് മിസ്റ്റർ ബീന്റെ കയ്യിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, ഒരു മിസ്റ്റർ ബീൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലും പണ്ട് ഇങ്ങനെ കുറെ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറെ ഗോസിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ബീന്റെ അതിനകത്ത് പുള്ളി പറയുന്നത് ഞാനത് കാണാറുണ്ടായിരുന്നു. ആ പരിപാടി എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തമായിട്ട്, അതായത് അവനവനെ പൂജിക്കുക. ശ്രീനാരായണ ഗുരുദേവനുണ്ട്, അവനവനെ പൂജിച്ചതിന് ശേഷം വേണം മറ്റുള്ളവരെ പൂജിക്കാനെന്ന് പറയുന്നത്. അതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, സ്വന്തം നമ്മളെ സ്നേഹിക്കാറുണ്ടോ? ഇല്ല. നമ്മളെ മനസ്സിലാക്കാറുണ്ടോ? ഇല്ല. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാറുണ്ടോ? ഇല്ല. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിന്നിട്ട് ഫുൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ആരാണെന്നും ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണെന്നും നന്നായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയ ഉയരങ്ങളിലെത്തും. നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പുറത്തവൻ എന്ത് കാണിക്കണം, അതിനേലും ബദല് നമ്മൾ കാണിക്കണം. അന്നേരം മിസ്റ്റർ ബീനിനകത്ത് കാണിക്കുന്നത് പറഞ്ഞാൽ പുള്ളി ആ പാവയായിട്ടാണ് കളിക്കൂട്ടുകാരൻ. അതായത് ഒരു പാവയുണ്ടെങ്കിൽ ജീവിക്കുക എന്നുള്ളത് അത് തന്നെയാണ്. അതിനകത്തൊരു പറയുന്നുണ്ട്, നമ്മുടെ നിഴല് മാത്രമേ നമ്മുടെ കൂടെ സഞ്ചരിക്കുകയുള്ളൂ. നമ്മുടെ എന്ത് സന്തോഷത്തിലും എന്ത് ദുഃഖത്തിലും കൂടെ നിൽക്കുന്നത് നമ്മുടെ നിഴല് മാത്രമാണ്. അതിനെ നമുക്ക് വിശ്വസിക്കാം പൂർണ്ണമായിട്ട്. നമ്മളല്ലാതെ നമ്മള് കൂട്ടുകാരുണ്ട്, നല്ലൊരു ഭർത്താവുണ്ടെന്നൊക്കെ പറയണത് അതൊക്കെ വെറും കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. കുടുംബ വിഷയം തന്നെയാണെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ പിരിഞ്ഞു പോകുന്നതിൻ്റെ അകത്തുള്ള മെയിൻ കാര്യങ്ങൾ ഒരു കരാറ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ കൂടെ ജീവിച്ചോളാം. അങ്ങനെ നിന്റെ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിയുമ്പോൾ അവൻ വേറൊരാളുടെ കൂടെ പോകും. എല്ലാവരും വിചാരിക്കണം ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. പണ്ട് സതി എന്ന് പറയുന്ന ഒരു നിയമങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ തീച്ചാടിച്ചാവും. ഇപ്പൊ നീ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് മരിച്ച നീ തീച്ചാടിച്ചാവൂ, വേറെ പണിയുണ്ടെന്ന് നോക്കും. ആ കാലഘട്ടമൊക്കെ മാറി. അന്നേരം അതേപോലെയുള്ള കാര്യങ്ങൾ ചോദിക്കാനും നേരെ നിന്ന് സംസാരിക്കാനുമായിട്ട് ഇപ്പൊ ആളുകൾക്ക് പ്രാപ്തനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉയരങ്ങളിൽ വരാൻ പറ്റുന്നത്. നമുക്ക് എന്ത് കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ ഈ സാധനം നിങ്ങൾ കിട്ടാതെ എത്ര പാർട്ടി പോയി, ആ സാധനങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്ത് ആ സാധനങ്ങൾ കൊണ്ടുവന്നു, അതിനകത്ത് ഇവിടുന്ന് ഞാൻ മനസ്സിലാക്കി തന്നു ഇങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ളത്.